മലപ്പുറം CPM-ന് ഒരു ബാലികേറാമല ആവുകയാണോ? ഈ ഒരു ചോദ്യമാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത്. കുറച്ച് നാളായിട്ട് മുസ്ലിം ലീഗ് വലിയ ആധിപത്യമാണ് മലപ്പുറത്ത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം തിരിച്ചുപിടിക്കാനുള്ള അല്ലെങ്കിൽ മലപ്പുറത്ത് സ്വാധീനം നേടാനുള്ള വളരെ കാര്യമായ പ്രയത്നമാണ് CPM നടത്തിയിരുന്നത്. അതിൽ ഒരു പരിധിവരെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നു. കാരണം അവരാദ്യം ശ്രദ്ധ കൊടുത്തിരുന്നത് മലപ്പുറത്തെ ലീഗ് അല്ലാത്ത മറ്റ് മുസ്ലിം സംഘടനകളിലേക്ക് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സുന്നി വിഭാഗവുമായി CPM-ന് നല്ല ബന്ധമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴുള്ള EK സുന്നി വിഭാഗത്തിൽ തന്നെ നല്ലൊരു വിഭാഗം നേതാക്കളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അതേപോലെ തന്നെ PDP, അതേപോലെ പല പാർട്ടികളുമായിട്ടും CPM സഖ്യം ചെയ്യുകയും അവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പിന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് KT ജലീലിനെ പോലുള്ള ആളുകൾ നേതാക്കന്മാരെ അവർ മുൻനിരയിൽ ഇറക്കി. അങ്ങനെ 2006-ൽ KT ജലീൽ കുറ്റിപ്പുറത്ത് വിജയിക്കാൻ കഴിയുകയും ചെയ്തിരുന്നു. അപ്പൊ ഇതൊക്കെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റമായിരുന്നു മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം 1969-ൽ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് തന്നെ CPM-ന്റെ ഭരണകാലത്ത് EMS മുഖ്യമന്ത്രിയായ കാലത്താണ്. CPM മുൻകൈയെടുത്താണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത്. അപ്പൊ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് തന്നെ കാരണക്കാരായ CPM-ന് പക്ഷേ മലപ്പുറം ജില്ലയിൽ പിന്നീട് കാര്യമായ സ്വാധീനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതുവരെ അവർ കെട്ടിപ്പൊക്കിക്കൊണ്ടിരുന്നതൊക്കെ ഒലിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം തൊട്ടു മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആദ്യം 24 പഞ്ചായത്തുകളിൽ മലപ്പുറത്ത് 24 പഞ്ചായത്തുകളിൽ CPM ഭരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് 12 ചുരുങ്ങി. അതേപോലെ തന്നെ അവർക്ക് 3 നഗരസഭകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 1, അതായത് പൊന്നാനിയിലും നിലമ്പൂരിലും അതേപോലെ തന്നെ പെരിന്തൽമണ്ണയിലും അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ അത് പൊന്നാനിയിൽ മാത്രമായിട്ട് ഒതുങ്ങി. പെരിന്തൽമണ്ണ ഇതുവരെ CPM കൈവശം വെച്ചിരുന്ന പെരിന്തൽമണ്ണ നഗരസഭ വരെ മുസ്ലിം ലീഗ് പിടിച്ചെടുക്കുകയായിരുന്നു. അതേപോലെ തന്നെ നിലമ്പൂരിലും അവർക്ക് സ്വാധീനം നഷ്ടപ്പെട്ടു. അപ്പൊ നേരത്തെ വലിയ സ്ട്രാറ്റജിയിലൂടെയാണ് CPM മലപ്പുറത്ത് കയറിയത്. കാരണം CPM വളരെ വർഷങ്ങളായിട്ട് അടിസ്ഥാനപരമായിട്ട് മലപ്പുറത്ത് ഒരു ഹിന്ദു പാർട്ടിയായിരുന്നു. അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് മുൻകൈയിട്ട് CPM ആണെങ്കിൽ പോലും മലപ്പുറത്തിന്റെ ഒരു ഘടനയ്ക്കനുസരിച്ച് മലപ്പുറത്തെ ഹിന്ദു ജനവിഭാഗങ്ങളായിരുന്നു കൂടുതലും CPM-ലുണ്ടായിരുന്നത്. മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം ബഹുഭൂരിഭാഗവും മുസ്ലിം ലീഗിലായിരുന്നു, അല്ലെങ്കിൽ മറ്റ് മുസ്ലിം സംഘടനകളായിരുന്നു. രാഷ്ട്രീയമായിട്ട് മുസ്ലിങ്ങളിൽ CPM-നോട് അനുഭാവം പുലർത്തിയത് ചെറിയൊരു ന്യൂനപക്ഷം മാത്രമായിരുന്നു. പക്ഷെ ഹിന്ദു വിഭാഗത്തിന്റെ വോട്ടായിരുന്നു CPM-ന്റെ മലപ്പുറത്തുള്ള അടിത്തറ. അത് മാറ്റിയെടുത്തുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്നൊക്കെയുള്ള നേതാക്കന്മാരെയൊക്കെ തന്നെ തങ്ങളുടെ കൂടെ കൊണ്ടുവന്നു. മുസ്ലിം ലീഗിൽ നിന്നുള്ള നേതാക്കന്മാരെയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു സ്വതന്ത്രന്മാരുടെ ഒരു അണിനിര ഉണ്ടാക്കിയിട്ടാണ് CPM മലപ്പുറത്ത് പിടിച്ചിരുന്നത്. നമുക്കറിയാം TK ഹംസയെ പോലെ മലപ്പുറത്തെ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് TK ഹംസ. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആര്യാടൻ മുഹമ്മദുമായിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ TK ഹംസയെ കൊണ്ടുവന്നു ബേപ്പൂരിൽ നിന്നൊക്കെ നിർത്തി ജയിപ്പിച്ച് മന്ത്രിയാക്കി. മലപ്പുറത്ത് നിന്ന് അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചു. അങ്ങനെയൊക്കെ വലിയൊരു മഞ്ചേരിയിലൊക്കെ അട്ടിമറി വിജയമൊക്കെ ഉണ്ടാക്കുകയാണ് CPM ചെയ്യാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെയാണ് നിരവധി സ്വതന്ത്രന്മാരായിട്ടുള്ള ആളുകൾ. ഇപ്പൊ തന്നെ കേരള മന്ത്രിസഭയിലെ അംഗമായ അബ്ദുറഹിമാൻ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം താനൂരിൽ നിന്ന് CPM-ന്റെ പിന്തുണയിൽ സ്വതന്ത്രനായിട്ടാണ് ജയിച്ചത്. KT ജലീൽ ആദ്യം കുറ്റിപ്പുറത്തും പിന്നീട് മണ്ഡലം വിഭജനത്തിന് ശേഷം അദ്ദേഹം തവനൂരിലും ജയിച്ചത് CPM-ന്റെ പിന്തുണയിലാണ്. ഒരുപക്ഷെ അദ്ദേഹം ഏതാണ്ട് ഒരു CPM കാരനായി എന്ന് പറയാൻ കഴിയും. മുസ്ലിം ലീഗിലെ യൂത്ത് ലീഗിന്റെ ഒക്കെ പ്രമുഖനായ നേതാവായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു KT ജലീൽ. KT ജലീൽ നേരെ CPM-ൽ എത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അതേപോലെ തന്നെയായിരുന്നു മറ്റു പല സ്വതന്ത്രന്മാരെയും. ഒരുപക്ഷെ അവർക്ക് മുമ്പ് പല സീറ്റുകളും ജയിക്കാൻ കഴിഞ്ഞിരുന്നു. പാർട്ടി എന്ന നിലയിൽ തിരൂരിൽ അവർ ജയിച്ചിരുന്നു. അതേപോലെ തന്നെ സംവരണ മണ്ഡലമായ വണ്ടൂരിൽ CPM ജയിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴൊന്നും അവിടുന്ന് അവർക്ക് തിരൂരിലോ വണ്ടൂരിലോ ഒന്നും ജയിക്കാൻ പറ്റുന്നില്ല. ആകെ CPM-ന് ഇപ്പോൾ ജയിക്കാൻ പറ്റുന്നത് പൊന്നാനി മാത്രമാണ്. നേരത്തെ പിന്നീട് ലീഗിലേക്ക് പോയ മങ്കടയിലെ മഞ്ഞളാംകുഴി അലി, അദ്ദേഹം മങ്കടയിൽ നിന്ന് ജയിച്ചിരുന്നു. അദ്ദേഹം പിന്നെ CPM ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിട്ടുകൊണ്ട് അദ്ദേഹം ലീഗിലേക്ക് പോകും. അദ്ദേഹം പെരിന്തൽമണ്ണയിൽ നിന്ന് MLA ആവുകയും ചെയ്തു. അപ്പൊ ഇതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ വളരെ കാര്യമായ എഫർട്ടാണ് അവർ നടത്തിയത്.
ഒരുപക്ഷെ ഹിന്ദു സമുദായത്തിന് പ്രാതിനിധ്യമുണ്ടെങ്കിൽ പോലും അവർ ഒരു മുസ്ലിം താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു നിന്നിരുന്നത്. കാരണം ഏറ്റവും പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റിൽ 18 സീറ്റിലും ജയിച്ച ഇടതുപക്ഷം 2009 എത്തുമ്പോഴേക്ക് അത് 4 സീറ്റിലേക്ക് ചുരുങ്ങാണ്. എങ്ങനെയാണ് ചുരുങ്ങിയത്? കാരണം 2009 എല്ലാ മുസ്ലിം വിഘടന ശക്തികളായിട്ടും അവർ കൂട്ടുകൂടി. കാരണം അവർക്ക് മലപ്പുറം ജില്ലയിൽ സ്വാധീനം നേടിയെടുക്കാൻ വേണ്ടി, മുസ്ലിങ്ങളുടെ ഇടയിൽ സ്വാധീനം നേടിയെടുക്കാൻ വേണ്ടി മദനിയെ പോലെയുള്ള തീവ്രവാദികളായിട്ടുള്ള നേതാക്കന്മാരെയൊക്കെ അവർ കൊണ്ടുവന്നു. ഹുസൈൻ രണ്ടത്താണയെ പോലെയുള്ള സ്വതന്ത്രരെയൊക്കെ നിർത്തിക്കൊണ്ടാണ് CPM പൊന്നാനിയിൽ പരീക്ഷണം നടത്തിയത്. പക്ഷെ ആ പരീക്ഷണം കൊണ്ട് എന്താണ് ഉണ്ടായത്? പരീക്ഷണം കൊണ്ട് മറ്റ് സ്ഥലത്തുള്ള പൊന്നാനിയിൽ തോറ്റു എന്ന് മാത്രമല്ല, മറ്റ് സ്ഥലത്തും തൊട്ടു മുമ്പത്തെ ഇലക്ഷൻ 2004 ലോക്സഭാ ഇലക്ഷനിൽ 18 സീറ്റ് നേടിയിരുന്ന CPMന്റെ സീറ്റ് 4ലേക്ക് താഴ്ന്നത് ഈ തരത്തിലുള്ള നിലപാടുകൾ കൊണ്ടായിരുന്നു. പക്ഷെ അവരതിൽ നിന്നൊന്നും പാഠം പഠിച്ചില്ല. പരമാവധി മുസ്ലിം പ്രീണനം നടത്താനാണ് CPM ശ്രമിച്ചത്. അന്നും നേരത്തെയും CPM മുസ്ലിം പ്രീണനമാണ് നടത്തിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം CPM രൂപീകരിച്ചത് തന്നെ ഇന്ത്യയിൽ ജീവിക്കാൻ വയ്യാതെ താഷ്കണ്ടിലേക്ക് പോയ ആളുകളെ താഷ്കണ്ടിൽ വെച്ച് സംഘടിപ്പിച്ചുകൊണ്ടാണ്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ താഷ്കണ്ടിൽ വെച്ചിട്ട് സംഘടിപ്പിച്ചുകൊണ്ടാണ് CPM അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ വിഭജന സമയത്ത് അവർ ഇന്ത്യയെ 14 രാഷ്ട്രങ്ങളാക്കണമെന്ന് പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ വിഭജനത്തെ അനുകൂലിച്ച ഒരു നിലപാടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. പക്ഷെ അവരുടെ അങ്ങനെയൊക്കെയുള്ള ചരിത്രപരമായ പശ്ചാത്തലം ഇന്ത്യയിലെ വർഗീയവാദത്തിനും വിഘടനവാദത്തിനും വിഭജനവാദത്തിനൊക്കെ അനുകൂലമായിരുന്നെങ്കിലും മലപ്പുറം ജില്ലയിൽ പക്ഷെ അവർ ഹിന്ദു പാർട്ടിയായിട്ടാണ് നിലകൊണ്ടിരുന്നത്. ഇപ്പം മലപ്പുറത്ത് തന്നെ 1921 കലാപം നടക്കുന്നു. ഹിന്ദുക്കൾക്ക് നേരെ ഏറ്റവും ക്രൂരമായ കലാപമാണ് നടന്നത്. അത് ചരിത്രകാരന്മാരൊക്കെ വ്യക്തമായിട്ടത് സൂചിപ്പിച്ചതാണ്. നിരവധി ഹിന്ദുക്കൾ കോഴിക്കോട്ടേക്കും മറ്റു പല പ്രദേശങ്ങൾക്കും അഭയാർത്ഥികളായിട്ട് പോയി. നിരവധി പേരെ മതം മാറ്റി, നിരവധി പേരെ വെട്ടിക്കൊന്നു, സ്ത്രീകളെയൊക്കെ മാനഭംഗപ്പെടുത്തി. പക്ഷെ അങ്ങനെയൊരു വർഗീയ കലാപത്തെ കാർഷിക കലാപമായിട്ട്, അതൊരു വിപ്ലവമായിട്ടും സ്വാതന്ത്ര്യ സമരമായിട്ടൊക്കെ ചിത്രീകരിക്കാനാണ് CPM ശ്രമിച്ചത്. കാരണം മുസ്ലിം ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ടായിരുന്നു അവരിതൊക്കെ തന്നെ ചെയ്തത്. മലപ്പുറത്തെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ, മലപ്പുറം കലാപത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ വരെ തീരുമാനിച്ചത്, അവരെ സ്വാതന്ത്ര്യ സമര സേനാനികളായി പ്രഖ്യാപിച്ചതൊക്കെ CPM ആയിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർക്ക് എന്ത് സംഭവിച്ചില്ല? അവർക്ക് മുസ്ലിം ജനസാമാന്യത്തിലേക്ക് മുന്നോട്ട് വരാൻ അവർക്ക് പറ്റില്ല. ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് തോന്നിപ്പോയി CPM എല്ലാ സ്ഥലത്തും, കാരണം തിരൂരിൽ CPM ജയിക്കുന്നു, താനൂരിൽ CPM ജയിക്കുന്നു, പൊന്നാനിയിൽ CPM ജയിക്കുന്നു, വണ്ടൂരിൽ CPM ജയിക്കുന്നു, നിലമ്പൂരിൽ CPM ജയിക്കുന്നു, പെരിന്തൽമണ്ണയിൽ CPM ജയിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് CPM ഇപ്പോ പിറകോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ കനത്ത തിരിച്ചടിയാണ് CPM ഉണ്ടായത്. അവർ പറഞ്ഞത് ഞങ്ങൾക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണമൊക്കെ ഇരട്ടിയാകും, അതേപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ 24 പഞ്ചായത്ത് അത് 50 പഞ്ചായത്താവും എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആ 24 പഞ്ചായത്ത് 12 പഞ്ചായത്തിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ PV അൻവറെ പോലുള്ള നേതാക്കന്മാരൊക്കെ CPMന്റെ വലിയ ആളുകളായിട്ട് മാറി. സ്വതന്ത്രന്മാർ, മുൻ കോൺഗ്രസ്സുകാരനായിരുന്നു PV അൻവർ, അവരൊക്കെ CPMന്റെ വലിയ ആളുകളായിട്ട് നിന്നിരുന്നതാണ്. അവരൊക്കെ തന്നെ പോയി. ഇപ്പൊ ആകെ KT ജലീൽ മാത്രമാണ് CPMന്റെ കൂടെ നിൽക്കുന്നത്. അബ്ദുറഹിമാനുണ്ട്. പക്ഷെ അബ്ദുറഹിമാനൊന്നും ഇനി താനൂരിൽ നിന്ന് ജയിച്ചു വരാൻ പറ്റുമെന്ന് തോന്നില്ല. ഇനി അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ 16 സീറ്റിൽ ഏതായാലും 15 സീറ്റിലെങ്കിലും UDF ആയിരിക്കും മലപ്പുറത്ത് ജയിക്കാൻ വന്നത്. അതുകൊണ്ട് തന്നെ CPMന്റെ മലപ്പുറം പരീക്ഷണം പാളുകയാണ്. കാരണം അവരിപ്പോ പരസ്യമായിട്ട് ഇപ്പൊ അവർ നിലപാടെടുക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി മതവർഗീയ സംഘടനയാണ്, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് CPM കൂട്ടുകൂടുന്നു, ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കോൺഗ്രസ് കൂട്ടുകൂടുന്നു, ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും UDF അധികാരത്തിൽ വന്നാൽ കേരളം ഭരിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് CPM നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതേ ജമാഅത്തെ ഇസ്ലാമിയോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചവരാണ് CPM മലപ്പുറത്ത്. കാരണം മുസ്ലിം വോട്ട് കിട്ടുകയായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് കയറുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതേപോലെ തന്നെ കാന്തപുരം സുന്നിയായിട്ടും PK സുന്നിയായിട്ടും ഒക്കെ തന്നെ അവർക്ക് സൗഹാർദ്ദം ഉണ്ടായിരുന്നു. PDP ആയിട്ട് സൗഹാർദ്ദം ഉണ്ടായിരുന്നു. അങ്ങനെ PDPയുടെ വോട്ട് വാങ്ങി പരസ്യമായിട്ട് PDP കൂടെ നിന്ന മദനിയെ വരെ സ്റ്റേജിലിരുത്തി സംസാരിച്ച പാരമ്പര്യമാണ് CPMനുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും CPMന് നിലം തൊടാനാവില്ല. CPMന്റെ എല്ലാ പ്രഖ്യാപിതമായ നയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ സമീപനങ്ങളിൽ നിന്നും വ്യത്യാസം വരുത്തിയായിരുന്നു മലപ്പുറത്ത് ചെയ്തിരുന്നത്. കാരണം ദേവസ്വം എന്ന് പറയുന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കടകംപള്ളി സുരേന്ദ്രന് പോലും ഗുരുവായൂർ ക്ഷേത്രത്തിലും അതേപോലെ തന്നെ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന സമയത്ത് തൊഴാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുതു കഴിഞ്ഞാൽ താൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണോ എന്ന് ചിത്രീകരിക്കപ്പെടും എന്ന് കരുതി പാർട്ടിയെ ഭയന്നിട്ട് ദേവസ്വത്തിലുള്ള മന്ത്രിമാരായിരുന്ന ആളുകൾ പോലും കമ്മ്യൂണിസ്റ്റുകാർ ക്ഷേത്രത്തിന് മുമ്പിൽ പോയി തൊഴുകയൊന്നും ചെയ്തിരുന്നത്. പക്ഷെ CPM നേതാക്കൾക്ക് ഇതിനൊക്കെ സൈതാലിക്കുട്ടി ഒക്കെ CPMന്റെ കോൺഗ്രസ് ഒന്നും വന്ന നേതാവല്ല, ചെറുപ്പത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനായ സൈതാലിക്കുട്ടിയൊക്കെ ഹജ്ജിന് പോകുന്നു.
അപ്പം CPM-ലെ മുസ്ലിം നേതാക്കൾക്ക് എല്ലാവിധ പരിഗണനകളും കൊടുത്തു. കാരണം എങ്ങനെയെങ്കിലും മുസ്ലിം സമൂഹത്തിൽ സ്വാധീനം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഒരുപക്ഷെ പാലോളി മുഹമ്മദ് കുട്ടിയെ പോലുള്ള ആളുകളൊന്നും അങ്ങനെ കടുത്ത മുസ്ലിം പക്ഷപാതികൾ അല്ലെങ്കിൽ പോലും ഷെയ്ദാലിക്കുട്ടിയെ പോലത്തെ അങ്ങനത്തെ ഒരുപാട് നേതാക്കന്മാർ, അവരൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്ന ആളുകളൊക്കെ തന്നെ തങ്ങളെ ഇസ്ലാം മതത്തിന്റെ ഭാഗമാണ്, തങ്ങളും ഹജ്ജിനൊക്കെ പോകുന്ന ആളുകളാണ്, തങ്ങൾ പള്ളിയിൽ പോകുന്ന ആളുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു കാര്യമായ ശ്രമമാണ് നടത്തിയത്. ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ കൂടെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഒടുവിൽ CPM-ന് സംഭവിച്ചിരിക്കുന്നത് മലപ്പുറത്ത് എടുക്കാനും തൊടാനും കഴിയാത്ത രീതിയിലേക്ക് CPM മാറിയിരിക്കുകയാണ്. CPM തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിയുടെ അതിന്റെ ഒരു മറ്റൊരു പതിപ്പായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ ഒരു മുസ്ലിം വിരോധം ആളിക്കത്തിക്കാൻ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഹിന്ദു വോട്ട് മറ്റു ജില്ലകളിൽ നേടാനുള്ള തന്ത്രമായിരിക്കാം CPM-ന്. എന്ത് തന്നെയായാലും മലപ്പുറത്തെ ചുവപ്പിക്കാൻ വേണ്ടിയുള്ള മലപ്പുറത്തെ ചുവപ്പിക്കാൻ വേണ്ടിയുള്ള CPM-ന്റെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത്. അതിന്റെ ഏറ്റവും വ്യക്തമായ ഒരു സാക്ഷ്യപത്രമായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാണാൻ പോകുന്നത്. 16 സീറ്റിൽ പൊന്നാനി ജയിച്ചാലായി, അല്ലെങ്കിൽ 16-ൽ 16 ഒരുപക്ഷെ UDF നേടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ മലപ്പുറത്ത് തെളിഞ്ഞു വരുന്നത്.